നമസ്കാരം. പാത്ത് ഇസ് ദ ഗോൾ എന്നുള്ള ഈ ഒരു ഡിസ്കഷൻ നമ്മൾ തുടരുകയാണ്. ഡയറി റൈറ്റിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ വളർച്ചയ്ക്ക്, നമ്മുടെ യഥാർത്ഥ ബെറ്റർമെൻറ്റിന് ഡയറി റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യണം, സ്വയം ഒബ്സർവ് ചെയ്യുക. അപ്പം ഞാൻ എന്നുള്ള ഈ പദം ഉപയോഗിക്കുമ്പോൾ പല സമയത്തും പല സ്ഥലത്തും ഒരേ വ്യക്തിയെ അല്ല സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ രാവിലെ ഉണരുമ്പോൾ, ഗാഠസുഷുപ്തിയിൽ നിന്ന് ഉണരുമ്പോൾ അതൊരു യൂണിഫൈഡ് ആയിട്ട് പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് സങ്കല്പിക്കാം. അവിടെ നിന്നും നമ്മൾ സ്വപ്നാവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പേഴ്സണാലിറ്റീസിൻ്റെ ആ സെപ്പറേഷൻ നമുക്ക് കാണാം. സ്വപ്നത്തിൽ ഞാൻ ആരാണ് എന്ന് യഥാർത്ഥ അറിവില്ലാണ്ട് നമ്മൾ ഓരോരോ സങ്കല്പങ്ങളുടെ പുറകെ സഞ്ചരിക്കുന്നു. നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. അപ്പോൾ ഇതേ സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ ദിവാസ്വപ്നം കാണുമ്പോൾ. നമ്മൾക്ക് എന്തു വേണമെങ്കിലും മനസ്സിൽ കാണാം, പല ചിന്തകളും ചിന്തിക്കാം. അപ്പോൾ ആ ചിന്തകളൊക്കെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നും, ഇപ്പോൾ സ്വപ്നാവസ്ഥയായാലും നമ്മുടെ ഇമാജിനറി ലോകത്തിൽ നിന്നായാലും നമ്മൾ ജീവിതം എന്ന് പറയുന്ന ഈ ജാഗ്രത അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ഒരു ഏകീകരണം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഏകീകരണം കൊണ്ടുവരാനുള്ള ശ്രമം, അവിടെ വിൽ പവർ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അവിടെ സ്ട്രെസ്സ് അനുഭവപ്പെടുന്നു, പല സ്ഥലത്തേക്കും വടംവലി നടത്തുന്നു. അപ്പോൾ പലപ്പോഴും നമുക്ക് അഭിനയിക്കേണ്ടി വരികയാണ്. നമുക്കുള്ളിലൊന്ന് തോന്നുന്നു, പുറമേ വേറെ ഒന്ന് നമുക്ക് കാണിക്കേണ്ടി വരുന്നു. നമ്മൾ പറയുന്നതും നമ്മൾ മീൻ ചെയ്യുന്നതും സെപ്പറേറ്റ് ആവും, വ്യത്യസ്തമാവും. അപ്പോൾ ഇത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു ഉദാഹരണം എടുക്കാം. ഒരു ടീം ഫുട്ബോൾ കളിക്കിറങ്ങുകയാണ്, അല്ലെങ്കിൽ ഹോക്കി കളിക്കിറങ്ങുകയാണ്. അപ്പോൾ ആ ടീമിന് ഒരുമിച്ച് നിന്നാലേ ആ കളിയിൽ ശരിക്കും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വിജയം എന്ന് പറയുമ്പോൾ ബാഹ്യമായിട്ടുള്ള വിജയം എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. ഇത്ര ഗോള് നേടി, ഈ ടീം ജയിച്ചു. പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആ ടീം എങ്ങനെ ടീമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ആ ടീം യുണൈറ്റഡായിട്ട് ഒന്നായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് ഇനിയും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ടീമിൽ ചില വ്യക്തികൾ മാത്രം പെർഫോം ചെയ്തിട്ട് അവിടെ വിജയം ലഭിക്കുമ്പോൾ അതിനൊരു വിജയമെന്ന് കണക്കാൻ സാധിക്കില്ല. അതൊരു ടീമിൻ്റെ വിജയമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. അത് ചിലപ്പോൾ താൽക്കാലികമാവും, കാരണം അവിടെ ഈഗോ പ്രശ്നങ്ങൾ വരും. പക്ഷെ ടീമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രമേണ വളർച്ച വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്നായിട്ട് വേണം പ്രവർത്തിക്കാൻ എന്ന് കോച്ച് നിർദ്ദേശിക്കുകയാണ്. കറക്റ്റ് സമയത്ത് പന്ത് പാസ് ചെയ്യുക, പന്ത് സ്വന്തം കാലത്തിന് തട്ടിക്കളിക്കാണ്ടിരിക്കുക, ഇതാണ് ടീം എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഉണരുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആ സുഷുപ്തി അവസ്ഥയിൽ നിന്ന്, ഗാഠസുഷുപ്തി അവസ്ഥയിൽ ഒരു യൂണിഫൈഡ് പേഴ്സണാലിറ്റിയിൽ എത്തിച്ചേർന്നു എന്ന് സങ്കല്പിക്കാം. അവിടെ നിന്നും നമ്മൾ ഉണരുമ്പോൾ ഒരു വ്യക്തിയായിട്ട് തന്നെയാണോ ഇവിടേക്ക് ഇറങ്ങി വരുന്നത്? നമ്മൾ ഉണർന്നു വന്ന് ജാഗ്രത അവസ്ഥയിലാകുമ്പോൾ ഓൾറെഡി ടീം സെപ്പറേറ്റ് ആയിട്ട് കഴിഞ്ഞു. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് അവിടെ ആക്റ്റീവായി തുടങ്ങി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വടവലി തുടങ്ങി കഴിഞ്ഞു. പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഇച്ഛാശക്തി വേണ്ടി വരികയാണ്. അതുപോലെ തന്നെ മനസ്സിൻ്റെ മണ്ഡലത്തിലും നമുക്ക് കോൺസെൻട്രേഷൻ്റെ ആവശ്യം വരും. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്ന് പറയും. കോൺസെൻട്രേഷൻ എന്നുള്ള വാക്ക് പലപ്പോഴും തെറ്റായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. നമ്മൾ ശക്തി ഉപയോഗിച്ചിട്ട് ഈ പേഴ്സണാലിറ്റീസിനെ യോജിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സപ്രഷനാണ് സംഭവിക്കുന്നത്. പ്രഷർ കുക്കറിൽ ഭക്ഷണം വേവിക്കുന്ന പോലെ പ്രസ് ചെയ്തിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു നിമിഷം, വീക്ക് ആയിട്ടുള്ളൊരു നിമിഷത്തിൽ പെട്ടെന്ന് മറ്റുള്ള പേഴ്സണാലിറ്റീസ് പ്രത്യക്ഷപ്പെടുന്നു. ഇത് നമുക്ക് പലപ്പോഴും കാണാം. വലിയ വലിയ സന്ദർഭങ്ങളിൽ, വലിയ ഒക്കേഷൻസിൽ എല്ലാവരും നന്നായിട്ട് പെരുമാറും. കോൺഫറൻസസിലോ അല്ലെങ്കിൽ കല്യാണം നടക്കുന്ന സ്ഥലത്തോ ഫങ്ഷൻസിലൊക്കെ നന്നായിട്ട് പെരുമാറും.
അപ്പോഴവിടെ സപ്രസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം സപ്രസ് ചെയ്യണം. നേരെ മറിച്ചിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷങ്ങളിൽ, ആരും ശ്രദ്ധിക്കാത്ത നിമിഷങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്? മഹാത്മാഗാന്ധിജി പറയാറുണ്ട്, നമ്മുടെ ക്യാരക്ടർ നിശ്ചയിക്കേണ്ടത് ഈ ചെറിയ ശ്രദ്ധിക്കപ്പെടാത്ത സമയങ്ങളിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ പ്രവർത്തിച്ചപ്പോൾ അവിടെ ഒരു ഏകീകൃതമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിച്ചത്. ഞാൻ മീൻ ചെയ്തത് തന്നെയാണോ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് തന്നെയാണോ മീൻ ചെയ്തത്. അപ്പോൾ എനിക്ക് ലോകത്തിന് മുമ്പിൽ മുഴുവൻ അഭിനയിക്കാം, പക്ഷേ എനിക്ക് എൻ്റെ മുമ്പിൽ അഭിനയിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത് ഡയറി റൈറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉണർന്നതിന് ശേഷം എത്ര നേരം എനിക്ക് സമാധാനമായി ശാന്തമായിട്ട് നിൽക്കാൻ സാധിച്ചു, പെട്ടെന്ന് ആ ശാന്തത നഷ്ടപ്പെടുന്നുണ്ടോ, നഷ്ടപ്പെട്ട അവസരങ്ങൾ എന്താണ്, അതേപോലെ തന്നെ പെട്ടെന്ന് എക്സൈറ്റഡ് ആവുന്ന അവസരങ്ങൾ, പോസിറ്റീവായിട്ടുള്ള അട്രാക്ഷൻസ്, അതും നമ്മുടെ ന്യൂനതകളെയാണ് കാണിക്കുന്നത്. നമുക്ക് അതിനോട് അറ്റാച്ച്മെൻറ്റ്, മറ്റുള്ളതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഒന്നിനെ മാത്രം കണക്റ്റ് ആവുന്നു. അപ്പോൾ അട്രാക്ഷൻസും റിപ്പൾഷൻസും അത് നമ്മുടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉണർന്ന് വരുന്ന ആ സന്ദർഭം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സന്ദർഭമാണ് എന്നുള്ളതാണ് ഇതിന്ന് തിരിച്ചറിയുന്നത്. നമ്മൾ ഉണർന്നു വന്നിട്ട് എത്രത്തോളം നമുക്ക് ആ യൂണിഫൈഡ് പേഴ്സണാലിറ്റി നിലനിർത്താൻ സാധിക്കും, എത്രത്തോളം നമുക്ക് അത് റിമെമ്പർ ചെയ്ത് പ്രവർത്തിക്കാൻ സാധിക്കും. ഇതിനാണ് റിമെമ്പർ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒറിജിനൽ അവസ്ഥയുടെ മെമ്പറായിട്ട് തന്നെ നിൽക്കുക, അവിടെ തന്നെ നിൽക്കുക. എത്രത്തോളം അത് സാധിക്കും, അത് നമ്മുടെ യഥാർത്ഥ ജീവിത വിജയത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെയാണ് മെഡിറ്റേഷൻ്റെ പ്രാധാന്യം വരുന്നത്. കളിക്കിറങ്ങുന്നതിന് മുമ്പേ കോച്ച് എല്ലാവരെയും വിളിച്ചിട്ട് എങ്ങനെയാണ് കളിക്കേണ്ടത്, എങ്ങനെയാണ് ടീം പ്രവർത്തിക്കേണ്ടത്, ക്യാപ്റ്റനോട് നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ ആ ഒരു നിമിഷം കളീനെ മുഴുവൻ ബാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു അസംബ്ലി ഉണ്ടാവും, എല്ലാവരും ഒരുമിച്ച് ഒരു അസംബ്ലി കൂടി നിന്ന് തീരുമാനിക്കുകയാണ് നമ്മൾ ഈ കമ്പനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, രാജ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വിഷൻ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്നു. ഏകീകരിച്ചിട്ട് യൂണിഫൈഡ് ആയിട്ടുള്ള ആ പ്രവൃത്തിയാണ് നമ്മളെ ഉയർത്തുന്നത്. അപ്പോൾ യൂണിറ്റി സ്ട്രെങ്ത് എന്ന് പറയും. ആ യൂണിറ്റി നമ്മൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് നമ്മൾ മെഡിറ്റേഷൻ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഡിറ്റേഷൻ തെറ്റായിട്ട് ധരിച്ച ഒരു പദമാണ്. മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് തിങ്കിങ് അബൌട്ട് സംതിങ് എന്നുള്ള രീതിയിൽ നിരന്തരമായി എന്തിനെങ്കിലും കുറിച്ച് ചിന്തിക്കുക. തീർച്ചയായിട്ടും അത് ശരിയാണ്. നിരന്തരമായി എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? നമ്മൾ എന്താണോ അതിനെ റിമെമ്പർ ചെയ്യുക. അതാണ് ഈ ചിന്തയിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ടത്. നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ നമ്മൾ സ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ ദിവസം തുടങ്ങാൻ. അപ്പോൾ ഇതാണ് രാവിലെ ധ്യാനിക്കുന്നതിൻ്റെ പ്രാധാന്യം. ഉണർന്ന ഉടനെ എത്രയും വേഗം മെഡിറ്റേഷൻ ചെയ്യണം എന്നും പറയുന്നതും ഇതുകൊണ്ടാണ്. അപ്പോൾ ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡയറി റൈറ്റിങ്ങിൽ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ഡയറി റൈറ്റിങ്ങിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ട് അത് ഏറ്റെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോട് കൂടിയിട്ട് ഇന്നത്തെ ഈ സെഷൻ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.